അരനൂറ്റാണ്ടുകൾക്കപ്പുറത്ത് സമ്പൂർണ്ണ ക്രൈസ്തവികതയുടെ ഈറ്റില്ലമായിരുന്ന ലെബനോനിലേക്ക് പലസ്തീനിൽ നിന്നും അഭയാർത്ഥികളായി എത്തി ഇറാൻ എന്ന തീവ്രവാദ സഖ്യരാജ്യത്തിൻ്റെ പിന്തുണയോടെ ലെബനോനിൽ പടർന്ന് പന്തലിച്ച് ഭീകരവാദത്തിനും കലാപങ്ങൾക്കും ചോരക്കളികൾക്കും ഇറാനെയും മറ്റ് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെയും പിന്തുണച്ച് മനുഷ്യച്ചോരയിൽ പുളച്ചുമതിക്കുന്ന തീവ്രവാദികളായ ഹിസ്ബുള്ളകൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയോളം ഏറ്റുവാങ്ങിയ കനത്ത തിരിച്ചടി കൊണ്ടും നാശനഷ്ടങ്ങൾ കൊണ്ടും തൃപ്തിയടയാതെ ഇസ്രായേലിനോട് പോരിന് ഇറങ്ങിയിരിക്കുകയാണ്. അതിർത്തി കടന്നുള്ള എല്ലാത്തരം ആക്രമണങ്ങൾക്കുമെതിരെ തിരിച്ചടികൾ ശക്തമാക്കുമെന്ന് ഇസ്രായേലും അത്തരം നീക്കത്തിന് ഹിസ്ബുള്ളകളും തയ്യാറെടുക്കുന്നുവെന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് ശക്തമായ യുദ്ധത്തിലേക്കുള്ള നീക്കം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങളെ മറയാക്കി പിടിച്ചുകൊണ്ട് ഹമാസ് നടത്തിക്കൊണ്ടിരുന്ന ചോരക്കളികളെ അവസാനിപ്പിക്കാൻ ഇസ്രായേൽ നടത്തിവരുന്ന ജീവമരണ പോരാട്ടങ്ങൾ ഒരു വർഷത്തിലേക്ക് എത്തുമ്പോഴിതാ മധ്യപൂർവേഷ്യയിൽ ശക്തമായ മറ്റൊരു യുദ്ധത്തിനു കൂടി നാന്തി കുറിച്ചിരിക്കുകയാണ്. കയ്യിലിരിക്കുന്ന ക്ഷുദ്രകൃത്യങ്ങളുടെ ഫലമായി ആഗോളതലത്തിലുള്ള മോഡറേറ്റ് ഇസ്ലാമിക സമൂഹത്തിനാകെ അപമാനമായി മാറിയിരിക്കുന്ന ഇറാന്റെ സർവാത്മ ആശീർവാദത്തോടെ ലെബനൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനയായ ഹിസ്ബുള്ളകളാണ് ഇസ്രായേൽ നയിക്കുന്ന യുദ്ധത്തിന്റെ രണ്ടാമത്തെ ടേമിൽ പോർവിളികളുമായി യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വടക്കൻ ഇസ്രായേലിലുടനീളം ഹിസ്ബുള്ള ഞായറാഴ്ച 100-ലധികം റോക്കറ്റുകളാണ് വിക്ഷേപിച്ചത്. അതിന് തിരിച്ചടിയായി ഇസ്രായേൽ ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ അഖുലിന് ശേഷമുള്ള ഹിസ്ബുള്ളയുടെ അടുത്ത കമാൻഡറും 4ഓളം ലെബനീസ് ആളുകളും കൊല്ലപ്പെട്ടു. തെക്കൻ ലെബനോനിലുടനീളം റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തതുൾപ്പെടെ 400ഓളം തീവ്രവാദി കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തി തകർത്തത്. വടക്കൻ ഇസ്രായേലിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷമായി പലായനം ചെയ്തു പോയവരെ അവരുടെ വീടുകളിലേക്ക് മടങ്ങേണ്ടതിന് ഹിസ്ബുള്ളയെ നിർവീര്യമാക്കേണ്ടത് അനിവാര്യമാണെന്നുള്ള കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇസ്രായേൽ കരുക്കൾ നീക്കുന്നത്. ഹിസ്ബുള്ള തീവ്രവാദികൾക്കെതിരെ ഞായറാഴ്ച ലെബനോനിൽ 300 ലക്ഷ്യങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. നിലവിൽ ലെബനോനിൽ നിന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 300-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായും 1000-ലധികം ആളുകൾക്ക് പരിക്കേറ്റതായുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതോടെ ഇസ്രായേലും ഹിസ്ബുള്ളകളും തമ്മിലുള്ള യുദ്ധം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹമാസിനെതിരെ യുദ്ധം തുടങ്ങിയതിന് ശേഷം അതിൽ കക്ഷി ചേരാനെത്തിയ ഹിസ്ബുള്ളകളിൽ 600ഓളം പേർ ഇതിനു മുൻപ് തന്നെ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷമായിരുന്നു പേജർ സ്ഫോടനങ്ങളും മറ്റും നടന്നത്. ഇപ്പോഴത് കനത്ത യുദ്ധമായി മാറിയിരിക്കുകയാണ്. അടുത്ത ഘട്ടത്തിൽ ഹിസ്ബുള്ള ആയുധങ്ങൾ സൂക്ഷിക്കുന്ന വീടുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടത്താനാണ് IDF കണക്കുകൂട്ടുന്നത്. അതിനായി ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘം ആയുധങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ സൈറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാൻ ലെബനോൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ. കഴിഞ്ഞയാഴ്ച മിലീഷ്യയുടെ ആശയവിനിമയ ശൃംഖലയുടെ ഭാഗങ്ങൾ നശിപ്പിച്ച രഹസ്യ ഓപ്പറേഷനുകൾ ഹിസ്ബുള്ളയെ അടപടലം തീർക്കാനുള്ള ഇസ്രായേലിൻ്റെ ഏറ്റവും പുതിയ നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർമാർ യോഗം ചേർന്നിരുന്ന കെട്ടിടങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ബെയ്റൂട്ടിൽ വെള്ളിയാഴ്ച അപൂർവമായ ആക്രമണവും വിജയകരമായി ഇസ്രായേൽ നടത്തി. യുദ്ധം ശക്തമാകുന്നു എന്ന കാര്യം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഇന്ന് രാവിലെ ഡസൻ കണക്കിന് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ലെബനോനിലെ 150-ലധികം ലക്ഷ്യങ്ങളെയാണ് ഭേദിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഇത് കൂടുതൽ ശക്തമാകുമെന്നും ബെയ്റൂട്ടിലെയും ലെബനോനിലെ മറ്റ് നിരവധി പ്രദേശങ്ങളിലെയും നിവാസികൾക്ക് ഒഴിഞ്ഞു മാറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയുമാണ് ഇസ്രായേൽ ഇപ്പോൾ. അതിൻ്റെ ഭാഗമായി ഇസ്രായേലി സുരക്ഷാ സേനയിൽ നിന്ന് ലെബനോനിലെ സാധാരണ ജനത്തിന് 80,000-ലധികം കോളുകൾ ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. ആയുധ സൈറ്റുകളിൽ നിന്ന് സാധാരണക്കാർക്ക് ഒഴിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പ് നൽകാനുള്ള ഇസ്രായേലിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ആ കോളുകൾ ലഭിച്ചിരിക്കുന്നത്. ലെബനോനിലെ റേഡിയോ സ്റ്റേഷനുകളിലും ഇസ്രായേൽ നുഴഞ്ഞു കയറി ജനത്തിന് ആക്രമണ മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനുള്ള സന്ദേശം കൊടുക്കുകയാണ്. തെക്കൻ ലെബനോനിൽ നിന്ന് ഇതിനകം 1,10,000-ലധികം ആളുകൾ പലായനം ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ ഹിസ്ബുള്ളകളുടെ മിസൈൽ ആക്രമണത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയും മറ്റും വിക്ഷേപിക്കുന്നതിന് തൊട്ടു മുൻപ് കേവലം ഒരു സ്ട്രൈക്ക് കൊണ്ട് ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് IDF റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി രംഗത്ത് വന്നിരുന്നു. ഇസ്രായേലിന്റെ തുടർച്ചയായ മുന്നറിയിപ്പ് സന്ദേശങ്ങൾക്ക് ശേഷം ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഇസ്രായേൽ ലെബനോനിൽ കനത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 1970 കാലഘട്ടം വരെ ക്രൈസ്തവ ഭൂരിപക്ഷമായിരുന്ന ലെബനോൻ പർദീസ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ജോർദാനിലെ ഭീകരാക്രമണത്തിന്റെ ചുവട് പിടിച്ച് കയറി വന്ന ഇസ്ലാമിസ്റ്റുകളുടെ നിഗൂഢമായ കൗശല ബുദ്ധി തിരിച്ചറിയാതെ പോയ ലെബനോനിലെ അടിസ്ഥാന വർഗ്ഗക്കാർ
തികഞ്ഞ ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ആതിഥ്യ മര്യാദയോടെ തലചായ്ക്കാൻ ഇടമൊരുക്കി കൊടുത്ത ഇടത്താണ് ഹിസ്ബുള്ളകളുടെ പതനവും പീഡനവും പലായനവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇത് ലെബനോന്റെ പുനരുജ്ജീവനത്തിൻ്റെ നാളുകളാണെന്ന് ഇസ്ലാമിക അധിനിവേശത്തെ തുടർന്ന് ലെബനോൻ വിട്ട് ഓടിപ്പോയ ക്രൈസ്തവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.